മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള KSU മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന പരാതി ഉയർന്ന കസ്റ്റഡി മർദ്ദനങ്ങളിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSU പ്രവർത്തകർ അവിടെ മാർച്ച് നടത്തിയത്. മാർച്ച് നടത്തിയ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു വശത്ത് സഭയിൽ കസ്റ്റഡി മർദ്ദനത്തിൽ ചർച്ച പുരോഗമിക്കുമ്പോൾ മറുവശത്ത് കണ്ണൂരിൽ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള KSUവിന്റെ മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളും. ബിജീഷ്, എന്താണ് സംഭവിക്കുന്നത് അവിടെ? KSU ഇത് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂരിൽ DIG ഓഫീസിലേക്കാണ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. മാർച്ച് തുടങ്ങി DIG ഓഫീസിന് സമീപം എത്തിയ ഘട്ടത്തിൽ തന്നെ അവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പ്രവർത്തകർ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെ KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയും പോലീസ് ചെയ്തു. ഏതായാലും വലിയ പ്രതിഷേധം KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം സംസ്ഥാന വ്യാപകമായി പോലീസ് KSU പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ നേരെ വലിയ തരത്തിലുള്ള അതിക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSUവിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനകത്ത് പോലീസിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ പ്രകടനത്തിലുടനീളം കണ്ടത്. പോലീസിന് നേരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനെ തടയുന്നതിനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതാണ് വലിയ തരത്തിലുള്ള ഒരു കയ്യാങ്കളിയിലേക്കും അതുപോലെ തന്നെ അസ്വാരസ്യത്തിലേക്കും കണ്ണൂരിൽ നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് സ്ഥിതി ബിജീഷ്? പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ ഇതിന് വഴങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിനു മുൻപ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ KSUവിന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ റോഡിലൂടെ വലിച്ച് പോലീസ് വാഹനത്തിലേക്ക്, പോലീസ് ബസ്സിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് പോലീസിന് മുന്നിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ഏതായാലും പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിനുള്ള, പ്രവർത്തകരുടെ എണ്ണം കുറവാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി പോലീസ് വളരെ ഫലം പ്രയോഗിക്കുന്ന തരത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്.